ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു പെണ്ണിന്റെ ഒരു വീഡിയോ, വൈറലായ ഒരു വീഡിയോന്റെ ഭാഗം ഇങ്ങനെ കണ്ടു. ഒരു ബിഗ് ബോസ് താരമായ ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇങ്ങനെ പറയാൻ, ഞാൻ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്, 6ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുണ്ട്. ആ മദ്രസയിൽ അന്ന് ഉസ്താദുമാരെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ എനിക്കിപ്പോ വല്ലാത്ത അറുപ്പ് തോന്നുകയാണ്, വെറുപ്പ് തോന്നുകയാണ്, ദേഷ്യം തോന്നുകയാണ് എന്നിങ്ങനെ പറയാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മദ്രസയിൽ അറുപ്പ് തോന്നാൻ പാകമില്ല എന്ത് കാര്യമാണ് നമ്മൾ പഠിച്ചത്? മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചത് മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ളതാണ്. മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വം. അതാണ് മദ്രസയിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മാതാപിതാക്കൾ അവര് രണ്ടുപേരുമാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങള്. ഇതാണ് മദ്രസയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് എടാ വയറു നിറച്ച് നീ ഭക്ഷണം കഴിക്കരുത് എന്നാ വല്ലാത്ത വർത്തമാനമാണ് മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഭക്ഷിക്കരുത്. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആരാണ് അയൽവാസികള്. മദ്രസയിൽ നിന്നാണ് ഇത് നമ്മൾ പഠിച്ചത്. ആരാ അയൽവാസികള്? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ വലതുഭാഗത്തും നിന്റെ ഇടതുഭാഗത്തും നിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും നിന്റെ വീടിന്റെ 4 ദിശയിലുള്ള 40 വീടുകൾ നിന്റെ അയൽവാസികളാണ് എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലത്ത് 160 വീടായി. 160 വീടായി. ഒരു ചെറിയ മഹല്ലത്ത് എന്ന് പറയുമ്പോ 160 വീടുകൾക്ക് താഴെയുള്ള മഹല്ലത്തുകള് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഒരു മഹല്ലത്തിൽ ഒരാള് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞാൽ എടാ നീ വയറ് നിറച്ച് ഭക്ഷിക്കരുത്. ആ പട്ടിണി കിടക്കുന്നവന്റെ മതം നോക്കാൻ മദ്രസയിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രിസ്ത്യാനിയാണോ ഇത് നോക്കണമെന്ന് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെയോ മനുഷ്യനാണോ നീ സഹായിക്കണം എന്നല്ല, ജീവനുള്ളതാണോ നീ അതിന് വെള്ളം കൊടുത്തോളണം. ഇങ്ങനെയാ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത്. എന്നാലോ ഇപ്പൊ വേദികളൊന്നും വല്ലാതെ കിട്ടാതാകുന്ന സമയത്ത് മതത്തെ കുറ്റം പറഞ്ഞാൽ വലിയ റേഞ്ച് കിട്ടുന്ന കാലാണ്. മതത്തെ കുറ്റം പറഞ്ഞാൽ വൈറലാകുന്ന കാലാണ്. അപ്പോ ഒന്ന് രംഗത്തേക്ക് വരാമെന്ന് കരുതിയിട്ട് ചില ആളുകള് അവരിങ്ങനെ വന്ന് പറയാൻ, 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച കാലത്ത് എനിക്ക് ഉസ്താദുമാര് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ വല്ലാത്ത അറുപ്പും വെറുപ്പും തോന്നുകയാണ്. നമ്മൾ 6ാം ക്ലാസ് വരെ മാത്രല്ല പഠിച്ചത്, അതിന്റെ മേലോട്ടൊക്കെ പഠിച്ചോലാണ്. എന്നാൽ അതിനുള്ള മുകളിലുള്ള ഒരു ക്ലാസ്സിലും അറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങളാരോ പഠിച്ചിട്ടുണ്ടോ മദ്രസയിൽ നിന്ന് വല്ല അറുപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങള്? ഒരിക്കലും നമ്മളാരും അത് പഠിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഷോ ഓഫ് കാണിക്കണോന്ന് വിചാരിച്ചിട്ട് മീഡിയകൾക്ക് മുമ്പിൽ വന്ന് വല്ലതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരാൾ കൃത്യമായിട്ട് അങ്ങോട്ട് പഠിച്ചാൽ അവനെ എല്ലാവരോടും സ്നേഹത്തോടുകൂടെ അല്ലാതെ ജീവിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാവരോടും സ്നേഹം കാണിക്കുകയാണ്. ആ മാതൃക പിൻപറ്റി ജീവിച്ച മഹാനായ ശൈഖ് റിഫായി തങ്ങള് നിങ്ങൾ ആലോചിച്ചു നോക്ക്. തൊട്ടാൽ 7 തവണ കഴുകണം എന്ന് നമ്മൾ പഠിച്ച ആ മുഗല്ലലായ നജസിന്റെ കൂട്ടത്തിലുള്ള 2 ജീവികൾ, അതാണ് നായയും പന്നിയും. വളരെ ഗൗരവമേറിയ നജസാണ്. അതുകൊണ്ട് 1 തവണ കഴുകിയാൽ മതിയാവൂല, 7 തവണ കഴുകണമെന്ന് മാത്രമല്ല, അതിൽ 1 തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെയാവണം. ഇത്ര ഗൗരവമേറിയ നജസുള്ള ജീവിയാണ് ഈ 2 ജീവികള്. എന്നാൽ ആ ജീവിക്ക് വെള്ളം കൊടുക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? നായക്ക് വെള്ളം കൊടുക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ശൈഖ് റിഫായി തങ്ങള് സുബ്ഹാനല്ലാഹ് മുറിവ് പറ്റി വ്രണമായി വല്ലാതെ വേദനയോടെ കിടക്കുന്ന ഒരു നായയെ കണ്ടപ്പോ ആ നായയെയും എടുത്ത് വീട്ടിലേക്ക് ചെന്നിട്ട് പിന്നെ ആഴ്ചകളോളം ആ നായയെ ശുശ്രൂഷിക്കുന്ന പണിയാണ് മഹാനായ റിഫാഹി ശൈഖ് തങ്ങൾ എടുക്കുന്നത്. ആ നായയുടെ അസുഖം ഭേദമായപ്പോഴാണ് മഹാനായ റിഫാഹി ശൈഖ് തങ്ങൾക്ക് സമാധാനാവുന്നത്. ഇതെവിടുന്ന റിഫാഹി ശൈഖ് തങ്ങൾ പഠിച്ചത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ആശയമാണ് മദ്രസയിൽ നിന്ന് പിഞ്ചോമന മക്കളുടെ മനധാരിലേക്ക് ഇട്ടുകൊടുക്കുന്നത്.
അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ ഇന്ന് കയറി നോക്കിയാൽ മുസ്ലിമീങ്ങൾ വളരെ കുറവാ. മറ്റു മതസ്ഥരോട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മുസ്ലിമീങ്ങള് വൃദ്ധസദനത്തിൽ വളരെ കുറവാണ്. എന്നാലും ഖേദകരമാണ്, കഴിഞ്ഞ കാലത്തെക്കാളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഖേദകരം തന്നെയാണ്. എന്നാലും മറ്റു മതസ്ഥരോട് താരതമ്യപ്പെടുത്തിയാൽ മുസ്ലിമീങ്ങളുടെ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിൽ വളരെ കുറവാണ്. എന്താ കാരണം? ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തമില്ലെങ്കിൽ നീ എത്ര വലിയവനായാലും ചെറിയവനാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ മാതാവും പിതാവും എത്ര നാടന്മാരായാലും ലോകം തിരിയാത്തവരായാലും വിദ്യാഭ്യാസമില്ലാത്തവരായാലും ആ മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് നിന്റെ സ്വർഗം അല്ലാഹു സംവിധാനിച്ചത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആത്മഹത്യയുടെ കണക്കെടുത്ത് പരിശോധിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ്, അതും ഈ മദ്രസയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ആ വിഭാഗത്തിലാണ് ആത്മഹത്യ വളരെ കുറവുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഇങ്ങനെ ഏത് കാര്യങ്ങൾ പരിശോധിച്ചാലും അതുകൊണ്ട് മദ്രസയെ അങ്ങ് കുറ്റം പറയാ, ഇസ്ലാമിനെ ഒന്നങ്ങ് കുറ്റം പറയാ, പണ്ഡിതന്മാരെ ഒന്നങ്ങ് കുറ്റം പറയാ, എന്നാൽ നല്ല മൈലേജ് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അതൊന്നും ഈ സമൂഹത്തിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഒരാൾക്കും അത് യേശുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മഹത്തുക്കളായ ആളുകൾ കാണിച്ചു തന്ന ആ സ്വാന്തന സേവന പ്രവർത്തനങ്ങള് പരമാവധി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോടൊക്കെ ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ ബറക്കത്തുണ്ട്, അതുപോലെ ഖുതുബുൽ ഖത്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഈ മാസത്തിൽ വഫാത്തായി പോയ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്തുണ്ട്, അതുപോലെ അബൂ ഹാമിദുൽ ഗസ്സാലി മഹാനുഭാവന്റെ ബറക്കത്തുണ്ട്. നമ്മളെയൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിയും തുടർന്നങ്ങോട്ടുള്ള ഈ വീട്ടിലുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലാക്കി മാറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.